ഇപ്പോൾ നെല്ലിക്കയുടെ സീസൺ ടൈമാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കാതെ നാടൻ രീതിയിൽ നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നെല്ലിക്ക നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു കോട്ടൺ തുണി വെച്ച് നന്നായി വെള്ളമയം തീരെ ഇല്ലാതെ തുടച്ചെടുക്കാം. തുടച്ച് വൃത്തിയാക്കിയ നെല്ലിക്കയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലെല്ലാം ചെറിയ ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ചെറിയ ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. നെല്ലിക്കയിൽ ഇങ്ങനെ ദ്വാരം ഇടുന്നത് മസാലയെല്ലാം പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നെല്ലിക്ക വേവിച്ചിട്ടല്ല അച്ചാർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആവിയൊക്കെ കയറ്റിയിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കാറുണ്ടല്ലോ, അതുപോലെയൊന്നും അല്ല ഉണ്ടാക്കുന്നത്. പച്ചയായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലൊരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. കുറച്ച് നെല്ലിക്കയൊക്കെ ചെറുതായി കേടുണ്ടായിരുന്നു. അതിനെയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഉപ്പിലിട്ട് കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാമെന്ന് കരുതിയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 5-6 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെല്ലിക്കയുടെ അളവിനനുസരിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചേർക്കുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് മതിയാവില്ല, ഏകദേശം കണക്കനുസരിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അധികമായ ബുദ്ധിമുട്ടാവില്ല, അതുകൊണ്ടാണ് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇനി ഈ നെല്ലിക്ക മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ പാത്രം വെച്ച് തന്നെ കുടഞ്ഞ് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇതൊരു അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം. പിന്നെ പിറ്റേ ദിവസമാണ് ഇതിലേക്കുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നല്ലെണ്ണയായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എണ്ണയുടെ ചൂട് കുറച്ച് കുറവായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയുടെ ചൂട് നല്ലപോലെ പോയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയും കായപ്പൊടിയും എല്ലാം എണ്ണയിൽ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. തലേ ദിവസം ഉപ്പൊക്കെ ചേർത്ത് വെച്ച നെല്ലിക്ക നല്ലപോലെ വെള്ളമായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വെള്ളം നല്ലപോലെ ഉണ്ട് ഇതിൽ. ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് കാണിക്കാം. നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നെല്ലിക്കയിൽ വിറ്റാമിൻസ് ഒന്നും തന്നെ നഷ്ടപ്പെടുത്താതെ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ അച്ചാർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. കഴിയുന്നത് നെല്ലിക്ക പച്ചയായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. 1 മണിക്കൂറോളം ഇത് അടച്ചു വെച്ചിരുന്നു. മുളകൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി ഒന്നുകൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്താണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. ഇനി ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ഇത് 2-3 ദിവസം പുറത്തിരുന്നാൽ കുഴപ്പമില്ല. അതിനുശേഷം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇത് പച്ചയായി തന്നെ നമുക്ക് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഒരുപാട് സോഫ്റ്റായി പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല. പ്രതിരോധശേഷി കൂട്ടാനും കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും ഒക്കെ നെല്ലിക്ക വളരെയധികം സഹായിക്കും. ദിവസവും ഓരോ നെല്ലിക്ക വെച്ച് മുതിർന്നവരും കുട്ടികളും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഗ്ലാസ് ജാറിലാക്കിയതിന് ശേഷം വേറെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ വേറെ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ച് സൂക്ഷിക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന അച്ചാർ 2-3 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്